തന്നെ നോക്കിയെന്നില്ലേ ആ അങ്കിള്. ശങ്കരൻ മാഷിന്റെ? അതെ. എന്നെ മനസ്സിലായി കാണില്ല. ഞാൻ ചന്ദ്രൻ, രാഘവ മാഷിന്റെ. ഇന്നെന്റെ അനിയന്റെ കല്യാണമായിരുന്നു. കഴിഞ്ഞു. ഭാര്യ മക്കളൊക്കെ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇയാള്? മോള്. ഭർത്താവ് മരിച്ചു. ഇവിടെ എന്റെ അച്ഛന്റെ തറവാട് മോളുടെ പേരിലേക്കും കൂടി ആക്കാൻ ഒരു രജിസ്ട്രേഷന് വേണ്ടി വന്നതാ. നീ ഇവിടെ നിൽക്കുക, അവിടെ എല്ലാരും അന്വേഷിക്കണോ? അമ്മേ, ഇത് ശങ്കരൻ മാഷിന്റെ മോള്. അമ്മ പറഞ്ഞ ശരിയാ, ഇത് മകളാ. അപ്പൊ ശരി. ആഹാ, മോള് ഉറങ്ങിയില്ലേ ഇതുവരെ? മമ്മ, ആരാ ആങ്കിള്? ഏതങ്കിള്? ഇന്ന് നമ്മൾ കണ്ടില്ലേ കാലത്ത്, അന്ന് നമ്മളെ തന്നെ നോക്കിയെന്ന ആ അങ്കിള്. ആ, ഏതോ ഒരു അങ്കിള്. മോള് വേഗം കിടന്ന് ഉറങ്ങ്. എന്താ മാഷ ഇതൊക്കെ? പ്രേമലേഖനങ്ങള് മാഷ മോൻ ചന്ദ്രൻ എന്റെ മോൾക്ക് കൊടുത്തതാ. ലക്ഷ്മി, അവനെ വിളിക്ക. ഇതിനും വേണ്ടിട്ടല്ല ഞാൻ എന്റെ മോളെ പഠിപ്പിക്കാൻ അയക്കണത്. അമ്മയില്ലാത്ത കുട്ടിയാ. ആണും പെണ്ണും ആയിട്ട് ഒന്നേ ഉള്ളൂ എനിക്ക്. ചന്ദ്ര, എന്താണ് ഇതൊക്കെ? ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛനോട് മോഹം കറുത്ത് ആരും സംസാരിച്ചിട്ടില്ല. നീ കാരണം അതുണ്ടായി. നിന്നെ ഞാൻ വെച്ചേക്കില്ല. അച്ഛന്റെ മാനം കെടുത്ത. വേണ്ട, ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഉപദേശിച്ചാലും തല്ലിയാലും ഒന്നും നന്നാവില്ല. നിർത്തി പഠിപ്പിക്കലും നിർത്തി, പഠിക്കലും നിർത്തി. ഞാൻ എന്റെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാ. മാഷേ, മാഷേ, മമ്മ ഉറങ്ങിയോ? ഇല്ല. മമ്മ എന്നോട് കള്ളം പറഞ്ഞതാ. എന്ത്? മമ്മയ്ക്കറിയാം ആ അങ്കിളിനെ. ഇല്ല, അറിയില്ല. അറിഞ്ഞാലില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. ആ നോട്ടം എനിക്കത് ഇഷ്ടമല്ല. ഹായ് ചന്ദ്ര, എന്നാ പോണേ? ഉടനെ പോകാതിരിക്കാൻ വേണ്ടി ഈ ഓട്ടം. അല്ല, അവനെവിടെ? തിരിച്ച് വീട്ടിലേക്ക് ഓടിയോ? ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അവൻ എവിടെയെങ്കിലും പറഞ്ഞു എന്നാൽ അവൻ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അയ്യോ പാവം, ഓടിയെത്താഞ്ഞിട്ടാണ്. ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു. ഏത്? ഇന്ന് ഇത്രയും മതി, ബാക്കി നാളെ ഓടാന്ന്. എന്തൊരു മനപ്പുറത്തല്ലേ? അല്ല, അത് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഒരേ ചോരയല്ലേ ഏട്ടാ? അങ്ങനെ ഇപ്പൊ ചോരണ്ട, അങ്ങോട്ട് ഓടാ. അയ്യോ, നീ എന്താ കിതക്കുന്നത്? നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ ഉണരാൻ പറ്റൂ. നീ ഉറങ്ങിയതിന്റെ കുഴപ്പാ. എന്തായാലും കാണും. ഹണിമൂൺ ഹണിമൂൺ വേണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അന്ന് എന്തിനാ ഞങ്ങൾ തന്നെ നോക്കിയെന്നത്? എന്ന്? വേണ്ട, ഇന്നലെ കണ്ടു നോക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല. ഇനി എന്റെ മമ്മയെ കാണരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമല്ല വെച്ചാ ഇഷ്ടമല്ല. ഇനി ഇനി എന്റെ മമ്മയെ കണ്ട മമ്മ
എന്റെ മോള് കാഷ്വാലിറ്റി മോളെ മമ്മ പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. എന്തിനാ മമ്മിയോട് പറയാതെ പോയി? അതുകൊണ്ടല്ലേ മോക്കിങ്ങനെ. ഒന്നുമില്ല മമ്മ, എനിക്കൊന്നുമില്ല. ഇപ്പൊ നോർമലാ. ആ ക്ഷീണമൊന്ന് മാറാൻ വേണ്ടി ഒരു ഡ്രിപ്പ് കൊടുത്ത് കിടത്തിയതാ. മാഡം വരൂ, ഇരിക്കൂ. നിങ്ങൾ ബാംഗ്ലൂരിലാണെന്ന് മോള് പറഞ്ഞു. അതെ, മോൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട്. അവിടെ വെച്ച് ഇങ്ങനെ പതിവുണ്ടോ? ഐ മീൻ, ഇതുപോലെ ഇതിനു മുമ്പും? നേരത്തെ പലതവണ ഉണ്ടായിട്ടുണ്ട്. 3-4 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഇത് ആദ്യമായിട്ടാ. മോൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് വല്ല വഴക്കോ, എന്തെങ്കിലും സാധനത്തെ ചൊല്ലിയുള്ള തർക്കമോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഇടപെടലോ, അങ്ങനെ വല്ലതും? എന്റെ അറിവിലില്ല. അല്ല, അബോധാവസ്ഥയിലും മോൾ ഇഷ്ടമില്ല എന്ന് പറയുന്നത് പല പ്രാവശ്യം കേട്ടു. സംതിങ് ഹാസ് അഫക്റ്റഡ് ഹർ മൈൻഡ് ഡീപ്ലി. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരുതരം മെന്റൽ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖമാണിത്. അതുകൊണ്ട് ഇത് ആവർത്തിക്കാതെ നമ്മൾ നോക്കണം. മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഇനിയും ഇങ്ങനെ ആവർത്തിച്ച ചിലപ്പോ എനിക്ക് എന്റെ മോളെ പോലും നഷ്ടപ്പെടും. അതുകൊണ്ട് പ്ലീസ് കാണരുത്, കൺമുമ്പിൽ വരരുത്. അതെന്റെ മോൾക്ക് ഇഷ്ടമല്ല. മോൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും എനിക്കും ഇഷ്ടമല്ല. ഞാനല്ല, മോളാണ് എന്നെ കാണാൻ. ആയിരിക്കാം, ശരിയാണ്. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോ എനിക്ക് എന്റെ മോളാ വലുത്. അതുകൊണ്ട് ഇനി കാണരുത്. ഇല്ല,